पढ़ लिए, अदा होती, रमजान आया, रोजा रखे, हो गए मुसलमान, खत्म हो गया दीन। നമ്മൾ വാങ്കൊടുത്തേക്ക് നിസ്കരിച്ചു, റമദാൻ മാസം വന്നേക്ക് നോമ്പ് നോറ്റു, കഴിഞ്ഞു. ഇതന്നെയാണ് മുസൽമാൻ എന്നാ മനസ്സിലാക്കിയിട്ടുള്ളത്. एक एक लफ्ज कुरान का ഖുർആനിന്റെ ഓരോ ലഫ്ളും अपने में इंतहाई असरार को रखता है। അതിന്റെ അകത്ത് വിശാലമായ സമുദ്രങ്ങളാണ് രഹസ്യങ്ങളുടെ അടങ്ങിയിട്ടുള്ളത്. कुरान हमको अल्लाह तिलावत के लिए भी दिया है, तदब्बुर के भी लिए दिया है, अमल के लिए भी दिया है, आखिरत के भी लिए दिया है। അല്ലാഹു തആല ഖുർആൻ കേവലം ഓതാൻ വേണ്ടി മാത്രമല്ല നമുക്ക് നൽകിയിട്ടുള്ളത്. അത് ഓതാനും നൽകിയതാണ്, അത് പഠിക്കാനും നൽകിയതാണ്, അത് ചിന്തിക്കാനും നൽകിയതാണ്, അമല് ചെയ്യാനും നൽകിയതാണ്, നമ്മുടെ ആഖിറത്തെ പാരത്രിക ജീവിതത്തെ സുന്ദരമാക്കാനും നൽകിയതാണ്. सरकार दो आलम ने इरशाद फरमाया, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം कसरत से कुरान की हिफाजत और तिलावत और अमल करता है। ഏതൊരു വ്യക്തി ധാരാളം ഖുർആനിനെ ഓതുകയും അതിനെ സൂക്ഷിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്നു, खबर में हमको रखते ही ഖബറിൽ നമ്മളെ വെച്ചതോടെ कुरान आ जाएगा, അവിടെ ഖുർആൻ വരും. मलाइका को आने नहीं देगा। മലക്കുകൾ അങ്ങോട്ട് കടക്കാൻ ये അനുവദിക്കും. मेरी इबादत किया है, ഇവൻ എന്നെ സംരക്ഷിക്കും, मैं अब इसकी इबादत करूंगा। ഞാൻ ഇവനെയും സംരക്ഷിക്കുകയാണ്. अल्लाह कुरान की इबादत में दे देता है। അല്ലാഹു തആല ഈ വ്യക്തിയെ ഖുർആനിന്റെ സംരക്ഷണത്തിന് കീഴിലാക്കി. समझो मेरे दोस्तों, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. मजहब को സുഹൃത്തുക്കളെ, समझने की कोशिश करो। മതത്തെ മനസ്സിലാക്കാൻ പരിശ്രമിക്കണം. पहले मजहबी बनो, ആദ്യം മതമുള്ളവരാണ്. बाद में तुम कोई भी जमात में चले जाओ, അതിനുശേഷം നിങ്ങൾ ഏത് സംഘടനയിലും പോയി ചേർന്നു. कोई रोक टोक नहीं तुमको। നിങ്ങളോട് ഒരു തടസ്സവുമില്ല. जिस जमात में तुमको शौक है दाखिल हो जाओ, നിങ്ങൾ ഏത് സംഘടനക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതിലൊക്കെ പോയി. पहले मजहबी बनो। പക്ഷെ ആദ്യം മതം ഉൾക്കൊണ്ടവരാവും. क्या बनना? എന്തായി മാറണം? मोमिन और मोहसिन, मोमिन और मुत्तकी। മുഅ്മിനും മുഹ്സിനുമായി മാറണം. മുഅ്മിനും മുത്തഖിയുമായി ആദ്യം മാറണം. ये बन के ഇതായി കഴിഞ്ഞാൽ कोई जमात तुमको पसंद आई बराबर जा सकते हैं। ഏത് സംഘടനയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ പോയിക്കോളി. कोई रोक टोक नहीं तुम्हारे। നിങ്ങളെ മേൽ ഒരു തടസ്സവും ആരും പറയൂല. मुसलमान आपस में तफर्रुका नहीं रखता। മുസൽമാൻ പരസ്പരം ഭിന്നതകൾ പുലർത്തുന്നവരല്ല. दीन वाहिद, ഒരൊറ്റ ദീന്, रसूल वाहिद, റസൂൽ ഒന്ന്, अल्लाह वाहिद। അല്ലാഹു ഒരുത്തൻ. अब इख्तिलाफ कैसे? പിന്നെ ഇത്രയും ഭിന്നതകൾ എങ്ങനെ? जाहिल इख्तिलाफ रखते हैं, അറിവില്ലാത്തവരാണ് ഭിന്നതകൾ इल्म के रखने वाले इख्तिलाफ नहीं रखते। ഇൽമിന്റെ അവകാശികൾ ചേരിതിരിവിലേക്ക് പോകൂല. क्या है दीन? എന്താണ് ദീന്? समझने की कोशिश करो, അത് മനസ്സിലാക്കാൻ पढ़ के समझो, അതും പഠിച്ച് മനസ്സിലാക്കും. दीनदारों की सोबत में रह के समझो। അത് അറിയുന്നവരുടെ സഹവാസം സ്വീകരിച്ചുകൊണ്ട് പഠിക്കൂ. अभी मैं तक़वे की तारीफ नहीं किया हूँ। ഞാൻ തഖ്വയുടെ നിർവചനം പറഞ്ഞിട്ടില്ല ഇപ്പോഴും. कुरान